കൊടുങ്ങല്ലൂർ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാവിലെ 11 മണിയോടെ നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ കൊടുങ്ങല്ലൂർ ഇന്ദിരാഭവനിൽ നിന്ന് ജാഥയായിട്ടാണ് സിവിൽ സ്റ്റേഷനിലേക്ക് എത്തിയത്. തുടർന്ന് കൊടുങ്ങല്ലൂർ തഹസിൽദാർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയായിരുന്നു. രാവിലെ പ്രാർത്ഥനയോടെ വീട്ടിൽ നിന്നിറങ്ങി തുടർന്ന് ലീഡർ സ്മാരകത്തിൽ പുഷ്പാർച്ചന. കൊടുങ്ങല്ലൂരിലെ പാർട്ടി ഓഫീസിലെത്തിയ ശേഷം പ്രവർത്തകരോടൊപ്പം ജാഥയായി സിവിൽ സ്റ്റേഷനിലേക്ക്. ഒ.ജെ. ജനീഷ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പുതിയ നിയോഗത്തിന് നാന്ദി കുറിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. രാഷ്ട്രീയത്തിൽ കൈപിടിച്ചുയർത്തിയ മുൻ MLA ടി.യു. രാധാകൃഷ്ണൻ, UDF ഭാരവാഹികളായ VA അബ്ദുൽ കരീം, ES സാബു, യൂസഫ് പടിയത്ത്, NS വിജയൻ എന്നിവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. നേരത്തെ നടന്ന പ്രകടനത്തിന് രവി നമ്പൂതിരി, VM മൊയ്തീൻ, PD ജോസ്, AA അഷറഫ്, PA സിദി, KP സുനിൽകുമാർ, ഔസേപ്പച്ചൻ ജോസ്, വക്കച്ചൻ അമ്പൂക്കൻ, നിർമ്മൽ C പാത്താടൻ, PV രമണൻ, VN നദീർ, MA മുസമ്മിൽ, സേവ്യർ പങ്കെ തുടങ്ങി UDF നേതാക്കൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മെമ്പർമാർ, മുനിസിപ്പൽ കൗൺസിലർമാർ, ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ എന്നിവർ പ്രകടനത്തിൽ അണിനിരന്നു. ലീഡർ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു പ്രദേശമാണ് പഴയ മാള എന്ന നിയമസഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലം. ആ കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുപിടിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തമാണ് UDFും അതോടൊപ്പം തന്നെ പാർട്ടിയും എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടിയിൽ നിന്ന് തന്നെ ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ്. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ വികസന മുരടിപ്പ് ആ മണ്ഡലത്തിനകത്തുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും കാണുന്നത് പോലെ തന്നെയുള്ള വികസന മുരടിപ്പ് നമുക്ക് ആ മണ്ഡലത്തിനകത്തും കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ജനങ്ങൾ വളരെ പോസിറ്റീവായി തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രചരണ പരിപാടികൾ ഏറ്റെടുക്കുന്നു. ജനം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമുക്ക് ഏറെ പ്രകടമായി തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനോട് കണക്ക് തീർക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ജനവിധി UDFന് അനുകൂലമായിരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.